ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിത് എല്ലാ വർഷവും വരുന്ന പോലെ തന്നെ ഇക്കൊല്ലം നമ്മുടെ ഡെയിനറിൻ്റെ കടയ്ക്ക് വന്നിട്ടുണ്ട്. ചെടികളൊക്കെ കിട്ടുന്ന ചെടികളും തൈകളും പുതിയ പുതിയ എന്തൊക്കെ വിശേഷങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറേ പുതിയ ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് പറയുകയാണ്. എൻ്റെ പേര് ഉഷ എന്നാണ്. ഞാനിവിടെ ഓസ്ട്രിയയിൽ വിയന്നയിൽ നിന്നാണ് ഈ വീഡിയോസൊക്കെ എടുത്തിടുന്നത്. പറ്റാവുന്നോളം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസിൽ പോവാം അല്ലേ? കാണിച്ചു തരാം. അപ്പോൾ പുതിയതായിട്ട് ഇക്കൊല്ലം എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് മേടിക്കുക ഇപ്പോൾ കാണിച്ചു തരാം. എനിക്ക് പുതിയ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് നോക്കോ. ലാവെൻഡർ, പല തരത്തിലുള്ള ലാവെൻഡർ വന്നിട്ടുണ്ട്. ഇത് വിയന്നയിൽ 22nd ഡിസ്ട്രിക്റ്റിലുള്ള ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു കടയാണ്. ഗാർഡൻ സെൻറ്റർ എന്ന് പറയുന്നില്ലേ, അതായത് ഗാർഡൻ സെൻറ്റർ എന്നല്ലേ നാട്ടിൽ പറയുന്നത്. ഗാർഡൻ സെൻറ്ററാണ്. ഈ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കണ്ട. സോ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഇവിടെ തന്നെ ബൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത് ഫ്ലവേഴ്സ് എന്താണെന്ന് വെച്ചാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് പാക്ക് ചെയ്തും കൂടെ തരും കേട്ടോ. ഇതുപോലെ ഡിഫറെൻറ്റ് ഒക്കേഷൻസിന് വേണ്ടി കൊടുക്കാനുള്ള സോ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഇത് കണ്ടോ, സ്നെയിൽസ് വരാതിരിക്കുകയാണ്. ഒച്ചിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷ്നെക്ക് എന്ന് പറഞ്ഞ സ്നെയിലാണ്. സ്നെയിൽ വന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എടുത്ത് അതിന് തൈ വെച്ച് തൈയിൻ്റെ മുകളിൽ ഇതും വെച്ച് കവർ ചെയ്ത് മണ്ണിൽ പറമ്പിൽ ഇങ്ങനെ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം നമുക്ക്. നാട്ടിൽ നിലക്കടലയുടെ തൈകൾ ഉണ്ട്. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ, സ്വീറ്റ് കർത്തോഫിൽ എന്ന് പറഞ്ഞ സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. പിന്നെ പാപ്രിക്ക, അതായത് ഇതൊക്കെ മധുരമുള്ളത് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഈ നൂഡിൽസിലും മുതലൊക്കെ ഇടില്ലേ, അതുപോലത്തെ മുളകാണ് ഇതൊക്കെ. ഇവിടെ എരിവുള്ള മുളകും ഉണ്ട്. ഇവിടെ ഇതിൻ്റെ പുറകെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ പുറകെ എഴുതിയിട്ടുണ്ടാവും ഓരോന്നിൻ്റെ മുളകിൻ്റെ എരിവിൻ്റെ ഗ്രേഡ് എത്രയാണെന്ന്. 10 ഉണ്ടെങ്കിൽ അത് ഏറ്റവും എരിവുണ്ടാവും എന്നർത്ഥം, ഏറ്റവും കൂടുതൽ എരിവുണ്ടാവും എന്നർത്ഥം. ചെറിയ ടൊമാറ്റോസ് ഇഷ്ടംപോലെ. വഴുതന, നല്ല കട്ടി വഴുതന, എലിഫൻറ്റ് ഓപ്പർച്യൂൺ എന്ന് പറയില്ല അത്. ഇതൊക്കെ അത്യാവശ്യം എരിവുള്ള മുളക് കേട്ടോ. +9 ആണ് കാണിച്ചിരിക്കുന്നത്. 9, 10 ആൻഡ് അബോവ് അതിൻ്റെ മുകളിലൊക്കെ വരുമ്പോൾ നല്ല എരിവുള്ള മുളകായിരിക്കും. എന്നിട്ട് നാട്ടിലെ വെള്ളരി പോലെ ഉണ്ടല്ലേ, വെള്ളരി തൈ. അങ്ങനെ പെപ്പേഴ്സ് ഡിഫറെൻറ്റ് ഐറ്റം, ഡിഫറെൻറ്റ് കളറിൽ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഇഷ്ടം പോലെ കിട്ടും ഇവിടെ. ബജ്ജി മുളക്, ഇങ്ങനത്തെ വെറൈറ്റി കുഞ്ഞു വെള്ളരിയാണ്. നമുക്ക് എസിക്കിലിട്ടിട്ട് ഇത് വിനീഗറിലിട്ടിട്ട്
ഇതാക്കി ബ്രെഡിലൊക്കെ വെച്ച് കൊടുക്കണേ. നമ്മുടെ ഈ മെക്ഡൊണാൾഡ്സിലും അവിടെ ഇവിടെയൊക്കെ ബ്രെഡിലൊക്കെ വെച്ച് കൊടുക്കണില്ലേ. ബ്രെഡിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണില്ലേ, അതും ഇതും കൂടെയാണ്. എന്താണ് ഇതുപോലത്തെ ഗൂർക്കനാണ്, ഇത് വെള്ളരിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് മെലൺ കിട്ടുന്നുണ്ട് ഇവിടെ. ഷുഗർ മെലൺ, അങ്ങനെ വാട്ടർ മെലൺ കുറേ ഉണ്ട്. കണ്ടോ, തണ്ണിമത്തനൊക്കെ ഇവിടെ ധാരാളമുണ്ട്. തണ്ണിമത്തനൊക്കെ ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തൻ ഞാൻ ഇപ്പോൾ മേടിക്കുന്നില്ല. ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടോ. ഇത് ഞാൻ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട്, ഒന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു ഗാർഡൻ സെൻറ്ററിൽ നിന്ന്, പക്ഷേ ഇതിവിടെ ഉണ്ട്. പിന്നെ ബീൻസ് ഐറ്റംസ് കുറേ. പൂക്കളുടെ ഒരു മേള. സ്മെല്ലുണ്ടോ നോക്കിയാൽ കാര്യമായിട്ട് സ്മെല്ലൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇവിടെ കിട്ടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് സാലഡ്സ് ആണ് കേട്ടോ. ഒക്കെ സാലഡ്സ് ആണ്. സാലഡ് ഞാൻ എടുക്കാൻ പോകുന്നു. ഒരു പാക്കറ്റ് എടുക്കാം. ഒക്കെ സാലഡ്സ്. സോ ബ്യൂട്ടിഫുൾ അല്ലേ. പലരും ചോദിക്കാറുണ്ട് ഇവിടെ കിട്ടാവുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന്. അതിലിതൊന്നാണ് സെല്ലർ ഗ്രീൻ കളർ സെല്ലർ ഉണ്ടല്ലോ, നീളനെ ഉള്ളത്. ഇവിടെ ഊരിണ്ടിട്ടാണ് കിട്ടുക. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ നൂൽക്കോല്, ടേണിപ്സ്. നമുക്ക് ഉള്ളിത്തണ്ടിൻ്റെ തൈയാണ്. ഇതൊക്കെ ഇവിടെയുള്ള വെജിറ്റബിൾസാണ് കേട്ടോ, ഇവിടെ കിട്ടുന്ന വെജിറ്റബിൾസാണ്. പിന്നെ ബീട്രൂട്ട്, എല്ലാം ബീട്രൂട്ടാണ്. പിന്നെ ഡിഫറെൻറ്റ് കളറിൽ ഉള്ള ബീട്രൂട്ട്സാണ്. ഓക്കെ, ആ ഗ്രീൻ കളറിൽ കോളിഫ്ലവർ പോലത്തെ ഇതില്ലേ, അതുണ്ട് കേട്ടോ ഇവിടെ. അതുണ്ട്. എൻ്റെ ഗാർഡനിൽ നിന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഈ കുഞ്ഞു ക്യാബേജ്, അതാണ് റോസും ചോദിച്ചത്. ഇത് കോളിഫ്ലവർ, ഇതൊക്കെ ഇവിടെ ഉണ്ടാവുന്ന പച്ചക്കറികളാണ് കേട്ടോ. വഴുതന, ക്യാരറ്റ്, ബീൻസ് ഒക്കെ, പച്ചപ്പട്ടാണി, അതൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണ്. ബ്രോക്കോളി ഇവിടെ ഉണ്ട് കേട്ടോ. ബ്രോക്കോളി, കോളിഫ്ലവർ, ക്യാബേജ്, എല്ലാ ഐറ്റംസും
ഇതുപോലെ മോട്ടീവ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. So cute. അത്ര ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ ഗാർഡനിൽ ഇങ്ങനെ വെച്ച് ഒക്കെ രസമല്ലേ. ഇതൊക്കെ ഇങ്ങനെ അലങ്കരിക്കാം. ലൈറ്റ് സെറ്റിങ്സ് സോ ക്യൂട്ട് അല്ലേ. അതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നത് ഇങ്ങനെ എന്നിട്ട് ആഹാ. പൂരത്തിനൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് കിട്ടില്ലേ, അതുപോലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. കേട്ടോ ഇതൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇതുപോലൊക്കെ നമുക്കൊരു വലിയ ഗാർഡൻ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. ബ്യൂട്ടിഫുൾ, നല്ല ഐഡിയ അല്ലേ. So beautiful. Sunflower. കുഞ്ഞു കുഞ്ഞു പൂക്കൾ എന്ത് ഭംഗിയാണല്ലേ. എനിക്കിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. So cute, small flowers. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. കാണാൻ നല്ല നല്ല ഭംഗിയുള്ള പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണില്ല പേര് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫുക്സിയ എന്നാണ് എൻ്റെ പേര്. അത് മുട്ടായിരുന്നു, ഇത് വിരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ബ്യൂട്ടിഫുൾ അല്ലേ. വലിയ ഏതോ ഒരു പാർക്കിലൊക്കെ നടക്കാൻ വന്ന പോലെ ഒരു ഫീലാണ് എനിക്ക്. ഗാർഡൻ സെൻറ്ററിൽ വന്ന പോലെയല്ല. എന്തൊരു ഭംഗിയാല്ലേ.
നാട്ടിലേക്ക് പൂക്കളെ പോലെ ഉണ്ട് കേട്ടോ കണ്ടിട്ട്. ആഹാ, ഇവിടെ ഹൈബിസ്കസിൻ്റെ ഒരു മേളം. ഇഷ്ടം പോലെ, എത്ര എണ്ണം വേണം. ബ്യൂട്ടിഫുൾ. ഹോർട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലവറാണ് ഇത്. ഡാലിയ പൂക്കൾ ഉണ്ടോ, എന്ത് ഭംഗിയാന്ന്. ഇത് വെച്ചിട്ടായിരിക്കും ആ പാട്ട് എഴുതിയിട്ടുണ്ടാവുക, ഡാലിയ പൂക്കൾ, ആ പാട്ട്. സോളാർ ലൈറ്റ്സ് ഉണ്ട് ഇവിടെ. ചെടികളിൽ നിന്ന് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കുറേയൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവും, വീട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കാവുന്ന പ്ലാന്റ്സും കൂടെ ഉണ്ടാവും. ഓർക്കിഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഇതൊക്കെ കൂടെ നമുക്കുണ്ട് കേട്ടോ. ഇവിടെ കിട്ടും ഇതൊക്കെ മേടിക്കാനായിട്ട്. പാരറ്റ്സും അല്ല, ഇത് ഭംഗിയല്ലേ. കിളികളിങ്ങനെ. ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇവിടെ, കിളികളൊക്കെ വളർത്താൻ ഉള്ളത്. പിന്നെ ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടെങ്കിൽ സ്വിമ്മിങ് പൂളിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ. ഞാനങ്ങനെ ഇത്രയും ഇതാണ് കേട്ടോ മേടിച്ചത്. ഒരു ഡാലിയ മേടിച്ചു, നല്ല ഭംഗിയുണ്ടല്ലേ, മേടിച്ചു. പിന്നെ ഒരു എന്തായിരുന്നു, സുക്കീനി ഇത് വെറൈറ്റി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ചു. പിന്നെ കുറച്ച് പൂക്കൾ മേടിച്ചു. പിന്നെ ഒരു ഇത് എന്താണ്, നമ്മുടെ നിലക്കടല മേടിച്ചു. പിന്നെ ഒരു ബെൽ പെപ്പർ, ഒരു ഓറഞ്ച് കളറിൽ അല്ല റെഡ് കളറിൽ ബെൽ പെപ്പർ മേടിച്ചു. പിന്നെ കുറച്ച് സാലഡ്സും മേടിച്ചു കേട്ടോ. ഉണ്ടോ, പിന്നെ ഇത് മേടിച്ചു. ഈ ഒരു പുതിയ ഇത് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് കേട്ടിട്ടേ ഉള്ളൂ, ട്രൈ ചെയ്തിട്ടില്ല. കോളിഫ്ലവറിനെ പോലെ ഉണ്ടാവും, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സാലഡ്സും മേടിച്ചു. ഈ സാലഡ്സും കൂടെ മേടിച്ചു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഞാൻ മേടിച്ചത്. പൂക്കളൊക്കെ നല്ല ഭംഗിയില്ലേ. ഓക്കെ, അപ്പം എല്ലാം കൂടിയിട്ട് എത്രയായി, 35 euros എല്ലാം കൂടി ചേർത്ത്. പച്ചിൽ ബാറ്റ് അല്ലേ. നിലക്കടലൊക്കെ എനിക്ക് വെച്ച ധാരാളം ഉണ്ടാവാറുണ്ട്. ഇത് ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഒക്കെ എനിക്ക് പുതിയതായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ പൂക്കൾ എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. പിന്നെ ഗാർഡനിലപ്പോൾ പൂക്കൾ വേണമല്ലോ. ഓക്കെ ഡിയേഴ്സ്, അങ്ങനെ ഈ വീഡിയോസ് ഞാനിവിടെ ക്ലോസ് ചെയ്യണു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കമൻറ്റ്സ് പറയുക. ഓക്കെ ഡിയേഴ്സ്, ഹാവ് എ നൈസ് ടൈം, ഹാവ് എ നൈസ് ഡേ, ബൈ.